ബ്രിജിത്തമ്മയുടെ നേതൃത്വത്തിലുള്ള സ്നേഹനികേതൻ അനാഥാലയത്തിലെ അലീന, രേവതിക്കുട്ടി, ചിന്നുകുട്ടി എന്നീ 3 അനാഥ പെൺകുട്ടികളെ ചുറ്റിപ്പറ്റിയാണ് കഥ വികസിക്കുന്നത്. തനിക്ക് മാരകരോഗമാണെന്ന് തിരിച്ചറിഞ്ഞ ബ്രിജിത്തമ്മ താൻ സംരക്ഷിക്കുന്ന കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ തീരുമാനിക്കുന്നു. ചിന്നുകുട്ടിയെ മറ്റൊരു അനാഥാലയത്തിലേക്ക് മാറ്റുകയും രേവതിക്കുട്ടിയെ മാമാച്ചൻ ഗ്രേസമ്മ ദമ്പതികൾ വീട്ടുജോലിക്കാരിയായി കൂടെ കൂട്ടുകയും ചെയ്യുന്നു. അലീനയ്ക്ക് താമസിക്കാൻ ഒരു വീട് കണ്ടെത്തുന്നതിനായി ബ്രിജിത്തമ്മ പാലായിലുള്ള അവളുടെ അമ്മവീട്ടിലെ മുത്തശ്ശൻ കുഞ്ഞിരാമമേനോനെ കാണാൻ പോകുന്നു. പഴയകാലത്തെ കുറ്റബോധം പേറുന്ന കുഞ്ഞിരാമമേനോൻ തന്റെ ചെറുമകൻ മനുശങ്കറിനൊപ്പം കഴക്കൂട്ടത്തേക്ക് യാത്ര തിരിക്കുന്നു. കിടപ്പിലായ തന്റെ ഭാര്യ സൗദാമണിയെ പരിചരിക്കാനെന്ന വ്യാജേന അലീനയെ തങ്ങളുടെ തറവാട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അദ്ദേഹം മനുവിനോട് നിർദ്ദേശിക്കുന്നു. മരണത്തിന് തൊട്ടുമുമ്പ് കുഞ്ഞിരാമമേനോന്റെ മകളായ വൈജയന്തിയാണ് അലീനയുടെ യഥാർത്ഥ അമ്മയെന്ന സത്യം ബ്രിജിത്തമ്മ അലീനയോട് വെളിപ്പെടുത്തുന്നു. വാർദ്ധക്യസഹജമായ അസുഖത്താൽ കുഞ്ഞിരാമമേനോൻ അന്തരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ അവസാന ആഗ്രഹം നിറവേറ്റാനായി മനു അലീനയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. വൈജയന്തിയുടെ ഭർത്താവായ ബാലചന്ദ്രനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ചെറുപ്പക്കാരിയും സുന്ദരിയുമായ ഒരു വീട്ടുജോലിക്കാരിയുടെ സാന്നിധ്യം തന്റെ കുടുംബജീവിതത്തിലെ സമാധാനത്തിന് ഭീഷണിയാകുമെന്ന് കരുതിയ വൈജയന്തി അലീനയുടെ വരവിനെ ശത്രുതാപരമായ മനോഭാവത്തോടെയാണ് നേരിട്ടത്. അഹങ്കാരവും തുടർച്ചയായുണ്ടായ തെറ്റിദ്ധാരണകളും അലീനയോടുള്ള വൈജയന്തിയുടെ വെറുപ്പ് വർദ്ധിപ്പിച്ചു. ഇതിനിടയിൽ മനുവിന് അലീനയോട് പ്രണയം തോന്നുന്നു. അതേസമയം മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയെ തങ്ങളുടെ വളർത്തുമകളായി സ്വീകരിക്കുന്നതോടെ അവളുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാകുന്നു. തങ്ങളുടെ അന്തരിച്ച മകൻ ജോമോൻ, അവന്റെ പ്രതിശ്രുത വധുവായ ഷെറിനിൽ ഒരു കുഞ്ഞുണ്ടായിരുന്ന വിവരം അവർ തിരിച്ചറിയുന്നു. എന്നാൽ ഷെറിൻ മാനസികാസ്വാസ്ഥ്യമുള്ളവളാണെന്നും അവളുടെ കുടുംബം ശത്രുതാപരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും മനസ്സിലാകുന്നതോടെ ആ കുഞ്ഞിനായുള്ള അവരുടെ അന്വേഷണം വഴിമുട്ടുന്നു. അലീനയുടെ അർദ്ധസഹോദരനായ രോഹിതും കസനായ ഹരിശങ്കറും അവളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതോടെ മേനോൻ കുടുംബത്തിലെ സംഘർഷം മൂർച്ഛിക്കുന്നു. ഇതിനിടയിലുണ്ടായ ബഹളത്തിനിടെ അലീനയും രേവതിക്കുട്ടിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം അബദ്ധവശാൽ കേൾക്കാനിടയാകുന്ന ബാലചന്ദ്രന് അലീനയുടെ ഉത്ഭവത്തെക്കുറിച്ച് സംശയം തോന്നുന്നു. രഹസ്യമായി അവളുടെ ഫോൺ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന അദ്ദേഹം അവളുടെ മാതാപിതാക്കളെക്കുറിച്ചുള്ള സത്യം മനസ്സിലാക്കി തകർന്നു പോകുന്നു. ഉത്തരം തേടി ബാലചന്ദ്രൻ നീലഗിരിയിലുള്ള വൈജയന്തിയുടെ മൂത്ത സഹോദരൻ കേണൽ ഗംഗാധര മേനോനെ സന്ദർശിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രയിൽ അധ്യാപികയായി ജോലി ചെയ്യുമ്പോൾ സഹപ്രവർത്തകനായ ക്യാപ്റ്റൻ സ്റ്റാൻലി ജോസഫുമായി വൈജയന്തിക്ക് ഒരു ലിവ്-ഇൻ ബന്ധമുണ്ടായിരുന്നെന്നും ആ ബന്ധത്തിൽ ജനിച്ച കുട്ടിയാണ് അലീനയെന്നും ഗംഗാധരൻ വെളിപ്പെടുത്തുന്നു. ഈ വിവരവും വൈജയന്തിയുടെ പഴയ വഞ്ചനയും അറിഞ്ഞ് ഞെട്ടിപ്പോയ ബാലചന്ദ്രന് ഹൃദയാഘാതം സംഭവിക്കുന്നു. സുഖം പ്രാപിച്ച ശേഷം അദ്ദേഹം വൈജയന്തിയിൽ നിന്ന് അകലം പാലിക്കുന്നുണ്ടെങ്കിലും അലീനയെ ഒരു പിതാവിന്റെ വാത്സല്യത്തോടെ ചേർത്തു നിർത്തുന്നു. കുടുംബത്തിലെ മറ്റുള്ളവർ ബാലചന്ദ്രനും അലീനയും തമ്മിലുള്ള ബന്ധത്തെ ഒരു അവിഹിത ബന്ധമായി തെറ്റായി വ്യാഖ്യാനിക്കുന്നു. വൈജയന്തിയുടെ സൽപ്പേർ സംരക്ഷിക്കുന്നതിനായും അലീനയെ വീട്ടിൽ തന്നെ താമസിപ്പിക്കുന്നതിനായും വൈജയന്തിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ജനിച്ച സ്വന്തം അവിഹിത മകളാണ് അലീന എന്ന കള്ളം ബാലചന്ദ്രൻ പറയുന്നു. ഇതിൽ പ്രകോപിതനായ വൈജയന്തി വീട് വിട്ടു പോകുകയും ഗുരുതരമായ ഒരു റോഡപകടത്തിൽപ്പെടുകയും ചെയ്യുന്നു. സഹോദരിക്ക് സംഭവിച്ച അപമാനത്തിന് പ്രതികാരം ചെയ്യാൻ വൈജയന്തിയുടെ സഹോദരന്മാരായ ശിവശങ്കരനും രാജീവനും അലീനയെ തട്ടിക്കൊണ്ടുപോകുന്നു. കേണൽ ഗംഗാധരൻ ഇടപെട്ട് അലീന വൈജയന്തിയുടെ സ്വന്തം മകളാണെന്നും അവരുടെ സഹോദരങ്ങളുടെ അനന്തരവളാണെന്നും സഹോദരങ്ങളോട് സത്യം വെളിപ്പെടുത്തുന്നു. രോഹിതും മറ്റ് രണ്ടുപേരും ചേർന്ന് തന്റെ കാമുകി ശരണ്യയെ ആക്രമിക്കാൻ ഹരിശങ്കർ ഒരു പദ്ധതി തയ്യാറാക്കുന്നു. അവസാന നിമിഷം രോഹിത് പരിഭ്രാന്തനായി പിൻവാങ്ങുന്നു, ശാരീരിക പ്രവൃത്തിയിൽ പങ്കെടുക്കുന്നില്ല. എന്നിരുന്നാലും 4 പേരെയും അവരുടെ പങ്കാളിത്തത്തിന് അറസ്റ്റ് ചെയ്യുന്നു. അലീന ശരണ്യയുടെ പ്രധാന ശക്തിസ്രോതസ്സായി മാറുന്നു. അവളുടെ ആഘാതത്തെ മറികടക്കാനും ജീവിതം പുനർനിർമ്മിക്കാനും സഹായിക്കുന്നു. ശരണ്യയുടെ മൊഴിയെ തുടർന്ന് രോഹിത്തിന് ജാമ്യം ലഭിക്കുന്നു. കുറ്റബോധവും സ്വയം വെറുപ്പും കാരണം സമൂഹത്തെ നേരിടാൻ അവൻ വിഷമിക്കുന്നുണ്ടെങ്കിലും അലീനയുടെ സ്നേഹപൂർണമായ പരിചരണവും മാർഗനിർദ്ദേശങ്ങളും അവനെ ആഘാതത്തിൽ നിന്ന് കരകയറാനും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവരാനും സഹായിക്കുന്നു. അതിനിടെ ആരോഗ്യം വീണ്ടെടുത്ത വൈജയന്തി അലീനയെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇല്ലെങ്കിൽ താൻ വീട് വിട്ടുപോകുമെന്ന് ബാലചന്ദ്രനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും
ദാമ്പത്യം സംരക്ഷിക്കുന്നതിനുമായി അലീന തറവാട് വീട് വിട്ടുപോകാൻ തീരുമാനിക്കുന്നു. ഇതോടെ സത്യം വെളിപ്പെടുത്തുന്നതിനും മകളെ അംഗീകരിക്കാൻ ആവശ്യപ്പെടുന്നതിനുമായി ബാലചന്ദ്രൻ അവളുടെ യഥാർത്ഥ പിതാവായ റിട്ടയേർഡ് കേണൽ സ്റ്റാൻലി ജോസഫിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ അലീനയെ സ്റ്റാൻലി ജോസഫ് സ്വീകരിക്കുന്നു. ഒടുവിൽ ബാലചന്ദ്രൻ ഹൃദയാഘാതത്താൽ മരണപ്പെടുന്നു. അലീന സ്വന്തം മകളാണെന്ന് തിരിച്ചറിയുന്ന വൈജയന്തി വല്ലാതെ തളർന്നുപോകുന്നു.